കോഴിക്കോട് കടപ്പുറത്തെ ജനങ്ങൾക്ക് മത്സ്യം കിട്ടാതെ കടൽ ക്ഷോഭിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഏതാണ്ട് 10-15 ദിവസം തോണിയിറക്കാൻ കഴിയാതെന്നപ്പോൾ കുട്ടികൾ പട്ടിണി കിടന്ന് കരിയ. മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് അന്നന്ന് കിട്ടുന്ന കാശ് ചിലവാക്കിയ പരിചയമുള്ളല്ലോ. സൂക്ഷിപ്പ് സ്വത്തില്ലാത്ത സാധുക്കൾ കുട്ടികൾക്ക് അന്നം കൊടുക്കാൻ കഴിയാതെ കുട്ടികൾ ഉണന്ന് കരയുമ്പോൾ വിഷമിച്ചിട്ട് വെള്ളം കുടിച്ച് ഉറക്കുകയാണ്. ഗത്യന്തരമില്ലാതെ അവർ മുല്ലക്കോയത്തങ്ങളെ വീട്ടിന് മുമ്പിൽ പോയി മുട്ടി. വരക്കൽ താമസിക്കുന്ന ബഹുമാനപ്പെട്ട വള്ളിയിൽ കടപ്പുറത്ത് ആളുകൾ ചെന്നിട്ട് മുല്ലക്കോയത്തങ്ങളെ വീട്ടിന് മുട്ടി. മുല്ലക്കോയത്തങ്ങളെ തുറന്നു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. കടല് ഞങ്ങളെ ചതിച്ചിരിക്കുന്നു, കടല് അലമാലകൾ അടങ്ങുന്നില്ല, ഒരിക്കലും ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഒന്ന് വന്ന് പറയണം, മത്സ്യം കിട്ടാതെ ജീവിക്കാൻ പറ്റൂല. ബഹുമാനപ്പെട്ട തങ്ങൾ അവരെ കൂടെ ഇറങ്ങി വന്നിട്ട് അറബിക്കടലിന്റെ ഓരത്ത് നിന്നുകൊണ്ട് കോഴിക്കോട്ട് കടപ്പുറത്ത് പുതിയാപ്പ കടപ്പുറത്തെയും വള്ളിയിൽ കടപ്പുറത്തെയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അദ്ദേഹം ഒരു ഫാത്തിഹ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് ഓതിയിട്ട് ദുആ ചെയ്തിട്ട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, കടലെ ഒന്നടങ്ങണം, ഈ ജനങ്ങൾക്കുള്ള വിഭവം നിന്റെ കയ്യിൽ പടച്ചറപ്പ് തന്നിട്ടുണ്ട്. ഹുവല്ലദീ സഖറ ലക്കുമുൽ ബഹർ ലിതഅകുലൂ മിൻഹു ലഹ്മൻ തുരിയാ വതസ്തഖ്രിജൂ മിൻഹു ഹില്ലതൻ തൽബസൂനഹാ വതറൽ ഫുൽക മവാഖിറ ഫീഹി വബ്തഊ. അള്ളാഹുവിന്റെ ഔദാര്യം തേടിപ്പിടിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ സൂക്തം മഹാനവറുകൾ ആ ജനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് കൈയുയർത്തി പിടിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, കടലേ അടങ്ങണം, ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഒരു കുട്ടി അടങ്ങി നിൽക്കും പോലെ കടലിന്റെ തിരമാല ഒറ്റ അടങ്ങല കയ്യാണ് പൊങ്ങി താഴ്ന്നപ്പോൾ കടലിലെ തിരമാലകൾ അങ്ങനെ അണിനിരത്തി. ശരിക്ക് ആ തിരമാലകൾ അങ്ങ് അമർന്നു. ഇവർ വെള്ളമിറക്കി സുഖമായിട്ട് മത്സ്യം പിടിക്കാൻ തുടങ്ങി. അറബിക്കടലിന്റെ അലമാലകളെ തന്റെ കൈ കൊണ്ട് നിയന്ത്രിക്കാൻ പടച്ചറബ് കറാമത്ത് കൊടുത്ത ഒരു മനുഷ്യനാ മുല്ലക്കോയത്തങ്ങൾ. ഈ സംഭവത്തിന് കോഴിക്കോട് ഒരുപാട് സാക്ഷികളുണ്ടായിരുന്നു.